ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പഠിക്കാൻ പോണ മാത്സ് ട്രയാങ്കുലർ പ്രിസം. അതിൻ്റെ വോളിയം എങ്ങനെ കാണുന്ന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യൂബോയിഡിൻ്റെയും ക്യൂബിൻ്റെയും വോളിയം എങ്ങനെ കാണാമെന്ന് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ട്രയാങ്കുലർ പ്രിസം എന്താണെന്ന് അറിയില്ലാത്തവർക്ക് ഞാൻ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ട്രയാങ്കുലർ പോലെ ഇരിക്കും, ബാക്ക് സൈഡ് ഒരു സ്ക്വയർ ഷേപ്പിലിരിക്കും. അപ്പോൾ അതിൻ്റെ വോളിയം, അതിൻ്റെ അകത്ത് എന്തുമാത്രം കൊള്ളൂ എന്നുള്ളതാണ് ഈ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ വോളിയം കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ BHL ഡിവൈഡഡ് ബൈ 2. ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്. അപ്പോൾ ഈ 3 മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ടൈംസ്, എല്ലാ മെഷർമെൻറ്റിനെയും നമ്മൾ ടൈംസ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ വോളിയം കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ ആണെങ്കിൽ അതിനെ സെൻറ്റിമീറ്റർ ആക്കണം, സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിന് മില്ലിമീറ്ററിലോട്ട് മാറ്റണം. ക്വസ്റ്റ്യൻ ഏതാണ് തന്നിരിക്കുന്നത്, നമ്മുടെ മെഷർമെൻറ്റ് ഏതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മില്ലിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് സെൻറ്റിമീറ്റർ തന്നെങ്കിൽ അതിനൊരു 0 കൂടി ചേർത്താൽ മതി. അതല്ല, മില്ലിമീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ ആ 0 മാറ്റിക്കളയണം. അപ്പോൾ ഇത് ചെറുതായിരിക്കും. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സെൻറ്റിമീറ്ററിലോട്ട് പോകും. മില്ലിമീറ്ററിലോട്ട് പോകണമെങ്കിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. BHL ഡിവൈഡഡ് ബൈ 2. അതാണ് ഇതിൻ്റെ വോളിയം കിട്ടുന്നത്. ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ വോളിയം എങ്ങനെ കാണാമെന്ന് എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാ മാത്സിൻ്റെ ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്സ് നല്ല തറവായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എൻ്റെ വീഡിയോസ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.